താഴേക്ക് വാ. ജിത്തുവിനോട് പറഞ്ഞുകൊണ്ട് പാറുവിനെയും കൂട്ടി സീതാമ്മ താഴേക്ക് പോയി. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. വിറയലോടെ നിന്നവൾ ഓർത്തത് തലയൊന്ന് കുടഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു. മുഖത്തേക്ക് ശക്തിയിൽ വെള്ളം വീണതും അജു ഒരു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. കയ്യിലൊരു മഗ്ഗം പിടിച്ചു നിൽക്കുന്നവനെ കുറച്ചുനേരം എഴിച്ചു നോക്കി. എന്താണ് നിനക്ക്? ആദി കലിപ്പി ചോദിച്ചത് തലയൊന്ന് കുടഞ്ഞുകൊണ്ട് വീണ്ടവൻ നോക്കി അജു. വീണ്ടും വന്ന ഗർജനത്തിൽ അജു പിന്നെയും ഞെട്ടി. കലിപ്പോടെ നോക്കുന്നവനെ കണ്ടത് കഴിഞ്ഞു പോയതെല്ലാം ഒന്ന് റീവെന്റ് ചെയ്തെടുത്തവൻ. അടുത്ത നിമിഷം ചെക്കന്റെ മുഖം വീർത്തു. ആദിയുടെ ചുണ്ടിലൊരു കള്ളച്ചിരി. പറയടാ, ഇതൊക്കെ എപ്പോ എന്ന് സംഭവിച്ചു? നിന്റെ കല്യാണം പോലും ഞാൻ അറിഞ്ഞില്ലല്ലോ ആദി. ഇല്ലാത്ത കണ്ണുനീരുണ്ടാക്കി പറയുന്നതിന് നോക്കി ആദ്യം ഒന്ന് പുച്ഛിച്ചു. പറയടാ പ്ലീസ്. അജു നിന്ന് ചിണുങ്ങിയതും ആദ്യം ഒരു ചിരിയോടെ ബാൽക്കണിയിലേക്ക് നടന്നു. പുറകെ വാലുപോലെ അജു. നിനക്ക് ഓർമ്മയില്ല അജു, അന്ന് ലെനയുടെ പേരിലുണ്ടായ ഇഷ്യൂസ്? ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എനിക്ക് വീണ കളങ്കം. ആർക്കും എന്നെ വിശ്വാസമില്ലായിരുന്നു. ആദി പറഞ്ഞു തുടങ്ങിയത് അജുവിന് സങ്കടം വന്നു. ആദിയുടെ പി ആയിരുന്നു ലെന. വീട്ടിലൊരുപാട് പ്രാരാബ്ദങ്ങളുമായി ജോലി തേടി വന്ന ഒരു സാധാരണ പെൺകുട്ടി. അന്നൊന്നും ആദി ഇത്ര ടെററായിരുന്നില്ല. അവരുടെ കഷ്ടപ്പാടുകളെല്ലാം അറിഞ്ഞതും ആദി നല്ല രീതിയിൽ തന്നെ ആ കുടുംബത്തെ സഹായിച്ചിരുന്നു. ഒരിക്കൽ മുംബൈയിൽ വെച്ച് നടന്നൊരു ബിസിനസ് മീറ്റിൽ തനിക്ക് ആദിക്കൊപ്പം അന്ന് പോവാൻ കഴിഞ്ഞില്ല. പകരം ലെനയാണ് പോയത്. മീറ്റിൽ വെച്ച് ആദ്യം മനഃപൂർവ്വം നാണം കെടുത്താൻ എതിരാളികളായ കോവിലം ഗ്രൂപ്പ് നടത്തിയ പ്ലാൻ. ലെനയുടെ വീട്ടിലെ സാഹചര്യം മുതലാക്കി വലിയൊരു തുക ഓഫർ ചെയ്ത് അവളെ വിലക്കെടുത്തവർ. പിറ്റേന്ന് കാലത്ത് ആദിയെയും ലെനയെയും ഹോട്ടൽ റൂമിൽ അനാശാസൻ എന്ന ടാഗോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആദി ഒരു തെറ്റും ചെയ്തില്ലെന്ന് പറഞ്ഞെങ്കിലും ലെന ചതിച്ചു. ആദി അവളെ സെക്സ്വലി അബ്യൂസ് ചെയ്തെന്നും വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചെന്നും മൊഴി കൊടുത്തു. അതൊരു വലിയ വാർത്തയായി മീഡിയ ഏറ്റെടുത്തു. ആദി തകർന്നു പോയിരുന്നു. വീട്ടിലുള്ളവർ കൂടി അവനെ അവിശ്വസിച്ചതും ആ തകർച്ച പൂർണ്ണമായി. കേസ് കോടതിയിലെത്തുന്നതിന് മുമ്പേ തെളിവുകൾ നിരത്തി അവനത് സോൾവ് ചെയ്തു. തന്നെ ട്രാപ്പ് ചെയ്താണെന്നും CCTV വിഷ്വൽസും അതിന്റെ പേരിൽ ലെനയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ അമൗണ്ടിന്റെ ഡീറ്റെയിൽസും ഒപ്പം അവരുടെ ഫോൺ കോൾ ഡീറ്റെയിൽസും നിരത്തി ആദ്യം തന്നെ നിരപരാധിത്വം തെളിയിച്ചു. പക്ഷെ അവനെ പെണ്ണുപിടിയനാക്കാൻ മത്സരിച്ച മീഡിയ അവന്റെ നിരപരാധിത്വം വിളംബരം ചെയ്യാൻ നിന്നില്ല. അതുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരൊന്നും സത്യം അറിഞ്ഞില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് അവനും തോന്നിയില്ല. അതിനുശേഷമാണ് ആദി ഇത്രയും മാറിയത്. ആരോടും നോ കമ്മിറ്റ്മെന്റ് ആൻഡ് നോ ഇമോഷൻസ്. വീട്ടിലും അങ്ങനെ തന്നെയാണ്. പിന്നെയും തന്നോട് മാത്രമാണ് ഈ അടുപ്പം. അന്നത്തെ ആ ഫ്രസ്ട്രേഷൻ മറികടക്കാൻ വേണ്ടിയാ ഞാൻ മൈസൂരിലുള്ള നമ്മുടെ എസ്റ്റേറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ആദി പറഞ്ഞു തുടങ്ങിയതും അജുവിന്റെ ശ്രദ്ധ വീണ്ടും അവനിലേക്കായി. ആദിയുടെ കാർ കേരള ബോർഡർ കടന്നു ഏകദേശം ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയതും ഒട്ടും പ്രതീക്ഷിക്കാതെ വണ്ടി പണി വന്നു. എന്തു പറ്റിയാന്നറിയില്ല. ആകെ ദേഷ്യം വന്ന് ഫോൺ എടുത്ത് ഏതെങ്കിലും ക്യാബ് ബുക്ക് ചെയ്യാന്ന് കരുതി നോക്കിയതും റേഞ്ചില്ല. അല്ലെങ്കിൽ ഭ്രാന്തി പിടിച്ചു വന്നതാണ്. ഒപ്പം ഇതും കൂടി ആയതും ആ ഭ്രാന്തി ഇരട്ടിയായി. ഫോണുമായി കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. ഇരുട്ട് വീണ വഴിയിൽ നിലാവിന്റെ വെളിച്ചം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചുറ്റും കാടാണെന്ന് മനസ്സിലായവന് ഭയമൊന്നുമില്ലെങ്കിലും ആകെയൊരു ദേഷ്യം. ലക്ഷ്യം കാണാൻ നിൽക്കേണ്ടി വന്നതിന്റെ കലിപ്പ്. കുറച്ചു സമയം കഴിഞ്ഞത് ഉയർന്നു കേൾക്കുന്ന കൊലുസിന്റെ ശബ്ദം, ഒപ്പം കേൾക്കുന്ന മറ്റു കാലടികളും. ആദിയുടെ മിഴികൾ ചുറ്റും പാഞ്ഞു. എന്തോ ഓർത്തുകൊണ്ട് തിരിഞ്ഞതും അടുത്ത നിമിഷം പഞ്ഞി പോലെ എന്തോ വന്നവന്റെ നെഞ്ചിലേക്ക് വീണു. രക്ഷിക്കണേ. പിടിച്ചുയർത്തി നോക്കിയതും വിതുമ്പിക്കൊണ്ട് കൈകൂപ്പി പറയുന്ന ഒരുവൻ. ഒരു നിമിഷം 1000 മിന്നൽ കിണറുകൾ ശരീരത്തിലൂടെ പാഞ്ഞു പോയതവൻ അറിഞ്ഞു. നെഞ്ചിൽ എന്തോ വന്ന് ആഞ്ഞിടിച്ചതുപോലെ. പകച്ചുകൊണ്ട് ഇമകൾ ചിമ്മാതെ അവളെ നോക്കി നിന്നവൻ. ചുമന്നു തൊടുത്ത കുഞ്ഞുമുഖം, നിറയെ പീലുകളുള്ള ഹേസൽ നിറമാർന്ന കണ്ണുകൾ, വിറക്കുന്ന കുഞ്ഞു ചുണ്ടുകൾ. ദേവിയുടെ ചൈതന്യമുള്ളൊരു പെണ്ണ്. ആദിയുടെ ശ്വാസം പോലും നിലച്ചുപോയ അവസ്ഥ. മോളങ്ങ് ഓടി ഓടി എവിടെ വരെ പോവാനാ? ഇങ്ങ വന്നേ. ആടിക്കുഴഞ്ഞതുപോലെയുള്ള ഒരു ശബ്ദമാണ് ആദിയെ ഉണർത്തിയത്. മുന്നിൽ ഗുണ്ടയെ പോലൊരു മനുഷ്യൻ, കണ്ണുകൾ ചുവന്ന് വികൃതമായൊരു രൂപം. കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം ആദിക്ക് മനസ്സിലായി. നെഞ്ചോട് ചേർന്ന് നിന്ന് വിറക്കുന്നവളെ കൈകൾ ഉയർത്തി പൊതിഞ്ഞു പിടിച്ചവൻ. ആ അവസ്ഥയിലും പെണ്ണിന്റെ മിഴികളിൽ കൗതുകം നിറഞ്ഞത് ആദി കണ്ടു. ചുണ്ടിലൂറിയ പുഞ്ചിരി മറച്ചു വെച്ചവൻ അവളെ നോക്കി. കൊച്ചനെ, ആ പെണ്ണിനെങ്കിൽ വിട്ടേക്ക്. കഷ്ടപ്പെട്ട് ഒപ്പിച്ചുകൊണ്ട് വന്നതാ. ആടിക്കുഴഞ്ഞ് പറഞ്ഞുകൊണ്ട് അവളിലേക്ക് അയാളുടെ കൈ നീണ്ട നിമിഷം തന്നെ കാലുയർത്തി ശക്തമായി ചവിട്ടി വീഴ്ത്തിയിരുന്നു ആദി. ചേർന്ന് നിന്നവളുടെ ശരീരം വിറകൊണ്ടത് അവൻ കൃത്യമായി അറിഞ്ഞു. അവനും വിറച്ചുപോയിരുന്നു. ശരീരമല്ല, ഹൃദയമാണെന്ന് മാത്രം. അവളിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ അടർത്തി മാറ്റാനാവാത്ത വിധം എന്തോ ഒന്ന് ഹൃദയത്തെ പിടിമുറുക്കുന്ന പോലെ. നിലത്ത് വീണ് കിടക്കുന്ന ആൾ വീണ്ടെഴുന്നേറ്റ് വന്നത് പെണ്ണിനെ തന്റെ പുറകിലേക്കായി മാറ്റി നിർത്തിക്കൊണ്ട് അയാൾക്ക് നേരെ മുഷ്ടിയുരുട്ടി പഞ്ച് ചെയ്തവൻ. തുടരെയുള്ള ഇടിയിൽ അയാൾ അല്പപ്രാണനായി നിലം പതിച്ചതും ആദി കാറിന്റെ ഡോറൊന്ന് ടിഷ്യൂ എടുത്ത് കൈ തുടച്ചു. ശേഷം എല്ലാം കണ്ട് വറച്ചു നിൽക്കുന്നവൾക്ക് അരികിലേക്ക് ചെന്നു. ഈ സമയത്ത് ഇവിടെ എന്താ? ആദി ചോദിച്ച് പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഒരു കൂട്ടം ആനകൾ കാടിനുള്ളിൽ നിന്ന് റോഡിലേക്ക് വരിവരിയായി വന്നു.
ഫോറസ്റ്റ് ഏരിയയിലാണ് നിൽക്കുന്നതെന്ന ബോധം വന്നു പേടിച്ച് നിൽക്കുന്നവളെയും പൊതിഞ്ഞു പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ നിന്നവൾ. അടുത്ത നിമിഷം മറ്റൊരു വാഹനത്തിന്റെ ലൈറ്റ് കണ്ടതും ആനക്കൂട്ടം പരിഭ്രാന്തമായി. എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം ഭയം. തൊട്ടടുത്ത നിമിഷം നോട്ടയിപ്പുറത്തുള്ള വലിയ പുഴയിലേക്ക് ചെന്നതും മറ്റൊന്നും നോക്കാതെ അവളെയും എടുത്തുകൊണ്ട് അതിലേക്ക് ചാടിയത്. താഴേക്ക് ചാടിയതും ഒഴുക്കിൽപ്പെട്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോയെങ്കിലും അടുത്ത് കാണുന്ന തീരത്തേക്ക് അവളെയും കൊണ്ട് ഒരു വിധത്തിൽ നീന്തി കയറിയവൻ. പുഴയിലേക്ക് വീണതെ പേടിച്ച് പെണ്ണിന്റെ ബോധം പോയിരുന്നു. എങ്കിലും കൈവിട്ട് കളയാതെ മുറുകെ പിടിച്ചിരുന്നു ആദി, അത്രയും പ്രിയപ്പെട്ട നിധി പോലെ. അടുത്ത് കണ്ട അത്യാവശ്യം വലിയ പാറയുടെ മുകളിലെ അവളെ ശ്രദ്ധയോടെ അവളെ കിടത്തിയവൻ. കണ്ണുകൾ മേലെ അവളിലേക്ക് പാഞ്ഞതും അവ വല്ലാതെ തിളങ്ങി. ഓറഞ്ച് നിറമുള്ള കസവിന്റെ ധാവണി പൂർണ്ണമായും നനഞ്ഞ് ഉടലിനോട് പറ്റിച്ചേർന്ന് കിടക്കുന്നു. നന്നേ വിറക്കുന്നുണ്ടായിരുന്നു പെണ്ണ്. പതിയെ നോവിക്കാതെ കവിളിൽ തട്ടി വിളിച്ചിട്ടും ഒന്ന് മൂളിയതേയുള്ളൂ കക്ഷി. ആ ചുണ്ടുകൾ പോലും തണുപ്പിനാൽ വിറക്കുന്നത് കണ്ടതും വാരി പിടിച്ച് നെഞ്ചോടടക്കിയവൻ. അവിടെ ഉടൽ മുഴുവൻ ഐസ് പോലെ തണുത്തുറഞ്ഞിട്ടുണ്ട്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി ആദി. അവൾ ഉണരാതെ അതൊന്നും അഴിച്ചു മാറ്റാനാവില്ല. കുറച്ചു സമയം കഴിഞ്ഞിട്ടും പെണ്ണിന് അനക്കമൊന്നുമില്ലെന്ന് കണ്ടതും ഇനിയും മറ്റൊന്നിനും കാത്തു നിൽക്കാതെ അവനിട്ടിരുന്ന കോട്ടൂരിയൊന്ന് മുറുകെ പിഴിഞ്ഞു. തന്റെ ഷർട്ടും കൂടി അഴിച്ചു മാറ്റി അടുത്തുള്ള പാറയിലായി വിരിച്ചിട്ടു. വിറച്ചു കിടക്കുന്നവൾ ആദ്യം തന്റെ നെഞ്ചിലെ ചൂടിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. കൈയും കാലുമെല്ലാം തടവി കുറച്ചെങ്കിലും ചൂടാക്കിയെടുത്തു. ഇടക്കൊക്കെ മൂളുന്നുണ്ടാണ്. കുറച്ചു സമയം ഒന്ന് കഴിഞ്ഞത് വിരിച്ചിട്ട ഷർട്ട് കാറ്റേറ്റ് ഉണങ്ങി തുടങ്ങിയിരുന്നു. ഇനിയും നനവ് മാറാത്ത അവളുടെ ധാവണിയിലേക്ക് നോക്കി തന്റെ ഷർട്ട് കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചവൻ. ദേഹത്തെ നനവ് പതിയെ ഒപ്പിയെടുത്തു തുടങ്ങിയതും പതിയെ കണ്ണൊന്ന് ചിമ്മി തുറന്ന മീര. നിലാവിന്റെ വെളിച്ചത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന മിഴികളാണ് അവൾ ആദ്യം കണ്ടത്. ഗൗരവം നിറഞ്ഞു നിൽക്കുന്ന മുഖം. കുറച്ചുനേരം ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കിയവൾ. കഴിഞ്ഞു പോയതിൽ ആ ഉള്ളിലേക്ക് ഇരച്ചു കയറിയതും മീരൊരു ഞെട്ടിലോടെ പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചു. പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ ചേർത്ത് പിടിച്ചതും പെണ്ണിന്റെ കണ്ണൊന്ന് മിഴിഞ്ഞു. ഷർട്ട്ലെസ് ആയി നിൽക്കുന്നവനെ കാണെ വേഗം തന്നെ മുഖം തിരിച്ചു കളഞ്ഞവൾ. ഇത്ര നേരം ഈ നെഞ്ചിൽ പതുങ്ങിക്കിടന്നവളാണ്. ഇപ്പൊ അവൾ അകലാൻ നോക്കിയതും മുഖം തിരിച്ചൊന്നും അവന് ഇഷ്ടമായില്ല. സെക്കൻഡ് അലറിയതും അവളൊരു ഞെട്ടിലോടെ മുഖമുയർത്തി നോക്കി. നിന്റെ പേരെന്താ? അത് പേരില്ലേ? അതെന്താന്നോ ചോദിച്ചേ? അപ്പു. ചുണ്ടോളം എത്തിയ പുഞ്ചിരി ഒതുക്കി വെച്ചവൻ. നീ എങ്ങനെയാ ഈ രാത്രി ഇവിടെ എത്തിയേ? ആ ചോദ്യം പോലും അവളിൽ വിറയിൽ തീർത്തു. അതവന് മനസ്സിലാവുകയും ചെയ്തു. ഫ്രണ്ടിന്റെ കല്യാണത്തിന് വന്നതാ. അപ്പോഴാ ആ വീട്ടിലുള്ള ആളാ. എന്നെ അയാള് പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടിയപ്പോ വഴി തെറ്റിപ്പോയി. പതിയെ വിതുമ്പിക്കൊണ്ടാണ് പെണ്ണിന്റെ പറച്ചിൽ. ചിമ്മാതെ അവളെ നോക്കി നിന്നവൻ. നേരത്തൊരു തൂവൽ പോലെ ഒരുവൾ. ആദിയുടെ കണ്ണിലും മനസ്സിലും ആദ്യമായി ഉടക്കിയ പെണ്ണ്. നമ്മളെങ്ങനെയാ പോവാ? ഇതെവിടെയാ? പതിയെ വീണ്ടും ചോദിച്ചതും ഒരു നിമിഷം ഇരുവരുടെയും മിഴികൾ തമ്മിൽ കൊരുത്തു നിന്നു. അവന്റെ നോട്ടം ഹൃദയം തുളച്ച് കയറുന്ന പോലെ. അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. നെഞ്ചിരിപ്പുയർന്നു. ഇനിയിപ്പോ നേരം പുലരുന്നവരോട് നിൽക്കേണ്ടി വരും. അയ്യോ! മീര വിതുമ്പിക്കൊണ്ട് വീണ്ടും മുഖം കുനിച്ചതും ആദ്യം അവളിൽ നിന്നും അകന്നു മാറി. ആ നിമിഷം തന്നെ മീര എന്തോർത്ത പോലെ സ്വയം ഒന്ന് നോക്കി. ആകെ നനഞ്ഞു കുതിർന്നിട്ടുണ്ട്. എന്തോ വല്ലായ്മ തോന്നിയവൾക്ക്. ആദ്യം നോക്കിയതും ഷർട്ട് പാറയിൽ വിരിച്ചിടുകയാണ്. അവന്റെ നഗ്നമായ പുറത്തായി പടർന്നു കിടക്കുന്ന ഡ്രാഗൺ ടാറ്റൂവിൽ മിഴികൾ ഉടക്കിയതും അപ്പുവിന്റെ കണ്ണുകൾ വിടർന്നു. ആദ്യമായിട്ടാണ് ഒരാൾ ടാറ്റൂ ചെയ്തിരിക്കുന്നത് നേരിട്ട് കാണുന്നത്. അതിന്റെ കൗതുകം അവളിൽ നിറഞ്ഞു. ആദ്യം തിരിഞ്ഞതും കാണുന്നു തന്നെ ഇമച്ചിമാതെ നോക്കുന്നവളെയാണ്. അവന് ചിരി വന്നു. അരികിലേക്കായി അവൻ വരുന്ന കണ്ടതും വേഗം എഴുന്നേറ്റ് നിന്നവൾ. എന്റെ പേര് ആദിത്യവർമ്മ. ആകെ നനഞ്ഞില്ലേ? എന്നാ ഇത് ഊരിതാ, പിരിച്ചിടാം. പെണ്ണിന്റെ കണ്ണൊന്ന് മിഴിഞ്ഞു. വാട്ട്? അല്ല, അത് വേണ്ട. വെപ്രാളത്തോടെയാണ് അവിടെ പറച്ച്. രാത്രി മുഴുവൻ ഇത് ഇട്ടിരിക്കാൻ പോണോ നീ? വാ തുറന്നു പറയടി. സെക്കൻഡ് അലർച്ചിൽ പെണ്ണ് വീണ്ടും പറച്ച് സ്വയം തലയിൽ കൈവച്ചു പോയൻ. ഈ ഷർട്ട് ഇട്ട് അതിങ്ങ് അഴിച്ചതാ. കൈയുള്ള ഷർട്ട് നീട്ടിക്കൊണ്ട് കുറച്ച് കലിപ്പോടെ പറഞ്ഞതും പേടിച്ച് വേഗം വാങ്ങിയവൾ. എന്നിട്ട് ചുറ്റും മിഴികൾ പായിച്ചു നിൽക്കുന്നവളെ കണ്ടതും അടുത്ത് കണ്ട മുളങ്കാട്ടിലേക്ക് അവളെയും വലിച്ചുകൊണ്ട് നടന്നു. ഒന്ന് പകച്ചു പോയെങ്കിലും അവനൊപ്പം ചെന്നവൾ. എന്തോ വിശ്വാസം തോന്നുന്നുണ്ടായിരുന്നു അവന്. ആരാണെന്ന് അറിയുക പോലുമില്ലാത്ത തന്നെ ആദ്യ അയാളിൽ നിന്ന് രക്ഷിച്ച് മാനം കാത്തു. ഒപ്പം കാട്ടാന കൂട്ടത്തിൽ നിന്ന് പൊതിഞ്ഞു പിടിച്ച് ജീവനും. അവന് തന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ആവാമായിരുന്നു. അപ്പുവിന് വല്ലാത്ത ആശ്വാസമാണ് തോന്നിയത്. ഒപ്പം അവനോട് ഒരുപാട് നന്ദിയും. ചെല്ല്, ഇരുട്ടാ. അതിനുള്ളിലേക്ക് ആർക്കും കാണില്ല. ഞാൻ പുറത്തുക്കാം. മുളകൾ കൂടി നിൽക്കുന്ന ഭാഗത്തേക്ക് അവളെ നീക്കി നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൻ ഇനിയും ദേഷ്യം പിടിപ്പിക്കാതെ വേഗം അനുസരിച്ചവൻ. അത് കണ്ടതും ചുണ്ടിലൂറിയ ചിരിയോടെ നനഞ്ഞ മുടിൽ വിരലോടിച്ച് നിന്നവൻ.